EVM ഹാക്കിംഗ് അഴിമതി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി ബിജെപി കാസർകോട് ജില്ലാ നേതൃത്വം. ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ എത്തിക്കാനാണ് നിലവിൽ ബിജെപിയുടെ നീക്കം. കാസർകോട് ഉദുമ MLA-മാരോട് പരസ്യ പ്രതികരണം നടത്താൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വെല്ലുവിളിക്കുകയും ചെയ്തു. കാസർകോട് ഉദുമ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമാണ് ഇപ്പോൾ UDF ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. EVM-മായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പിനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുണ്ടായ ഒരു അഴിമതി കൂടി നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തു വന്നത്. ഇപ്പോൾ BJP-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടി അതിൻ്റെ ഭാഗമായി വരികയാണ്. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. എന്താണ് നിലവിൽ ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് BJP നോക്കി കാണുന്നത്? ഇലക്ഷൻ കമ്മീഷന് എത്രത്തോളം അതിനെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷൻ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ഇത് അതിൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ അണികളായിട്ടുള്ള ഇവരും അതേപോലെ EVM മെഷീൻ ആക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ടു ആ BJP ആക്കിയിട്ടുണ്ട്. ഒന്നും നമ്മളെ മോളും അവർ പരാതി കൊടുത്തുകൊണ്ട് നമ്മളെ താഴെ കൊണ്ടുവരാൻ വേണ്ടി BJP താഴെ കൊണ്ടുവരാൻ വേണ്ടി ഇത്രത്തോളം ഇല്ല ഈ പണം കൊടുത്തുകൊണ്ട് ഹാക്കാക്കാത്ത രീതിയിൽ നമ്മൾ വോട്ട് നമുക്ക് കിട്ടണം എന്ന രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എനിക്ക് വളരെ ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അവരൊരു ജസ്റ്റ് ഒരു EVM മെഷീൻ ഹാക്കാക്കാത്ത രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 15 lakhs കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർ പേഴ്സൺ. അപ്പോൾ അത് 2 മണ്ഡലമാകുമ്പോൾ 1 കോടി രൂപ അതിന് വേണ്ടി ചിലവാക്കി. അപ്പോൾ ഇത്ര പണം എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ ഈ ജനാധിപത്യം വെച്ചുകൊണ്ടാണോ ഇലക്ഷൻ മത്സരിച്ചതും അല്ലെങ്കിൽ പണാധിപത്യമായിട്ടാണോ മത്സരിച്ചത് എന്ന സംശയം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞതായിട്ട് BJP അവർ ഇത് നടപടി എടുക്കണം, അതേപോലെ ഇതിൻ്റെ അന്വേഷണം നടത്തണം എന്ന ആവശ്യം പറ്റുകൊണ്ടും അതേപോലെ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഒരു മിനിമം എമൗണ്ട് ഉണ്ട്, ഇത്ര ചിലവാക്കാൻ പറ്റൂ എന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് മറികടന്നുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും പിന്നെ ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് ഞാൻ MLA-നോട് കാസർഗോഡ് MLA ആയിട്ടുള്ള കലക്ടർ മാഹിനോടും അതേപോലെ ഉദുമ MLA ആയിട്ടുള്ള നീലകണ്ഠനോട് നമ്മൾ ചോദിക്കുകയാണ്. MLA-മാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പരസ്യമായ പ്രതികരണം ഇതുമായി ഈ ഒരു ആരോപണം തള്ളുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ യാതൊരു തരത്തിലുള്ള ഒരു പരസ്യമായ മറുപടിയും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഇലക്ഷൻ സമയത്ത് കലക്ടർ മാഹിൻ്റെ ബ്രദർ പണം കൊടുക്കുന്ന സന്ദർഭത്തിൽ CPM-ൻ്റെ ആൾക്കാർ പിടിച്ചത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ EM എന്ന ഹാക്കാക്കാത്ത രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ലേ അവർ എല്ലാ വിഷയത്തിലും മൗനം പാലിക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി മൗനം പാലിക്കുന്നത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഉദുമത്തിൻ്റെ MLA അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കലക്ടർ മാഹിൻ്റെ ആരാണ് പൈസ കൊടുത്തത് യഥാർത്ഥത്തിൽ നിന്നും ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടില്ല. പുറത്ത് വന്നു കഴിഞ്ഞെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് അവരെ മോള് നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി വേണമെന്നത് തന്നെയാണ് BJP മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആവശ്യം. നിയമ നടപടികളുമായി BJP ജില്ലാ നേതൃത്വം മുന്നോട്ടേക്ക് വരികയാണ്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർകോട്.